അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് അഭിവാദ്യത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങളാണ് പരാമർശിക്കുന്നത്. നാം കേരളീയ സമൂഹം ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും മതമുള്ളവരും മതമില്ലാത്തവരുമൊക്കെ ഇടകലർന്ന് സ്നേഹത്തോടുകൂടെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നാം പുഞ്ചിരിക്കുകയും അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു പതിവാണ്. ഭാരതീയ സംസ്കാരം നമസ്തേ എന്നോ അല്ലെ നമസ്കാരം എന്നോ പറഞ്ഞാണ് അഭിവാദന രീതിയാണ്. ഇംഗ്ലീഷ് സംസ്കാരമാവട്ടെ ഓരോരോ സമയങ്ങളിൽ അഭിവാദ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. രാവിലെ പറയുകയാണെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നോ, കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് എന്നോ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ സമയങ്ങൾ വ്യത്യസ്തമായ നന്മയെ ആശംസിക്കുന്നു. എന്നാൽ മുസ്ലിമീങ്ങൾക്ക് എല്ലാത്തിനും അവരുടേതായ ഒരു സ്വതത്വം, ഒരു ഐഡന്റിറ്റി, ഒരു സംസ്കാര രീതി ഉള്ളതുപോലെ തന്നെ അഭിവാദ്യത്തിന്റെ കാര്യത്തിലും അതുണ്ട്. അത് സലാം ചെല്ലുക എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും, അള്ളാഹുവിന്റെ രക്ഷ സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് അഭിവാദ്യ രീതി. അത് ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യാ യുഹന്നാസ്, ഹേ ജനങ്ങളെ, അഫ്ഷു സലാം, നിങ്ങൾ സലാം പ്രചരിപ്പിക്കണം. ഭക്ഷണം നിങ്ങൾ കഴിപ്പിക്കുക. വസിലുൽ അർഹാം, കുടുംബബന്ധം ചേർക്കുക. വസല്ലു ബില്ലി, രാവിൽ നമസ്കരിക്കുക. എന്നാൽ തദ്ഖുലുൽ ജന്നത ബിസലാം, സമാധാനപരമായി നിങ്ങൾക്ക് സ്വർഗീയ ആരാമത്തിൽ കയറാം എന്ന് പറയുന്നു. അതേപോലെ തന്നെ അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിൽ ഏറ്റവും നല്ലത് കാര്യമാണ് ഏതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് മറുപടി പറഞ്ഞത്, നീ ഭക്ഷണം കഴിപ്പിക്കുക, മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക. നിനക്ക് പരിചയമുള്ള ആൾക്കും പരിചയമില്ലാത്ത ആളുകൾക്കും ഒക്കെ സലാം ചെല്ലുക എന്നുള്ളത്. അപ്പോൾ ഇസ്ലാമിൽ സലാം നൽകുന്നതിന്റെ പ്രാധാന്യവും മഹത്വവുമാണ് ഈ പറഞ്ഞത്. എന്നാൽ സലാം ചൊല്ലല് ശറഈ അടിസ്ഥാനത്തിൽ സുന്നത്താണ്, മടക്കലോ അത് നിർബന്ധവുമാണ്. സലാം ചൊല്ലൽ സുന്നത്തുള്ളിടത്ത് മടക്കൽ നിർബന്ധമാണ്. എന്നാൽ നിർബന്ധവും സുന്നത്തും തമ്മിലുള്ള അകലം ഒന്നിന് 70 വ്യത്യാസമാണ്. ഫർളിന് 70 കൂലിയാണ് സുന്നത്തിനെ അപേക്ഷിച്ച്. എന്നാൽ ഇവിടെ സലാം ചെല്ലുന്നതാവട്ടെ ഈ സുന്നത്തിനാണ് മഹത്വവും പ്രതിഫലവും കൂടുതൽ. ഇന്ന ഔലന്നാസി ബില്ലാഹി മൻ ബദഅഹും ബിസ്സലാം, ജനങ്ങളിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആള് സലാം ആരംഭിച്ച ആളാണെന്ന് ഹദീസിൽ കാണാം. അപ്പോൾ സലാം ചെല്ലുന്ന രൂപയിൽ നാം ഈ ചെറിയ കുട്ടികൾ വലിയവർക്കും, നടന്ന് വരുന്ന ആൾ നിൽക്കുന്ന ആൾക്കും, നിൽക്കുന്ന ആൾ ഇരിക്കുന്ന ആൾക്കുമൊക്കെയാണ് സലാമിന്റെ രീതി. അത് ഏത് സമയം പിറ്റാണ്. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ. രോഗിയായി കിടക്കുന്ന ആളോടാണെങ്കിൽ നിനക്ക് ശാന്തി ഉണ്ടാവട്ടെ. ഇനി സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർ, അവർക്കും നിനക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ. ഇനി സന്തോഷത്തിൽ കഴിയുകയാണെങ്കിൽ സമാധാനവും ശാന്തിയും നിലനിൽക്കട്ടെ. പരലോകത്തും നിനക്ക് വിജയം ഉണ്ടാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനാ രീതിയാണ് സലാം. ഈ സലാം ചൊല്ലുമ്പോൾ ആണ് ആണിനോടും പെണ്ണ് പെണ്ണിനോടും സലാം ചൊല്ലൽ സുന്നത്തുണ്ട്. അതേപോലെ തന്നെ വിവാഹബന്ധം നിഷിദ്ധമായ കുടുംബങ്ങൾ പരസ്പരം സലാം ചൊല്ലൽ, ആണും പെണ്ണും പരസ്പരം സലാം ചൊല്ലൽ സുന്നത്തുണ്ട്. അതേപോലെ തന്നെ ഒരു അന്യ സ്ത്രീകൾ തന്നെ ഒന്നിലധികം ഉണ്ടെങ്കിൽ പുരുഷന് അവരോട് സലാം ചൊല്ലൽ സുന്നത്തുണ്ട്. സ്ത്രീക്ക് ഇങ്ങോട്ട് സലാം ചൊല്ലൽ അതേപോലെ സുന്നത്തുണ്ട്. എന്നാൽ അന്യ സ്ത്രീ പുരുഷന്മാർ ഒറ്റയാള് തനിച്ച് ഒരു ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ ആ സലാം ചെല്ലൽ സ്ത്രീക്ക് പുരുഷനോട് സലാം ചെല്ലൽ ഹറാമും അതേപോലെ മടക്കലും ഹറാമാണ്. പുരുഷന് സ്ത്രീയോട് സലാം ചെല്ലൽ കറാഹത്താണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സ്ത്രീ ശബ്ദം പുരുഷൻ കൂടുതൽ ആകർഷണീയമായതാണ്. ഇത് ഒരു പക്ഷേ തെറ്റിലേക്ക് വഴിവെക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വിലക്ക് അവിടെ ഏർപ്പെടുത്തിയത്. മറിച്ചു സ്ത്രീകളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സലാം പറയുന്നതിന് വിരോധമില്ല, കുട്ടികളായാലും ശരി. അതേപോലെ തന്നെ പുരുഷന് പ്രായം ചെന്ന ആളാണെങ്കിൽ, ഒരു വലിയ ഉപ്പാപ്പയോ അല്ലെങ്കിൽ വലിയ ഉമ്മമ്മയോ ഒക്കെ പ്രായത്തിലുള്ള ആളാണോടും സലാം ചെല്ലുന്നതിന് തടസ്സമില്ല. ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് അവരോട് സലാം ചെല്ലൽ സുന്നത്തല്ല. ഇഖാമത്ത് കൊടുക്കുന്ന ആളോടും നിസ്കരിക്കുന്നവരോടും സുജൂദിൽ പോയി കിടക്കുന്ന ആളോടും സലാം ചെല്ലൽ സുന്നത്തില്ല. ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകളോടും ഖുതുബ ഖത്തീബിനോടും സലാം ചെല്ലൽ സുന്നത്തില്ല. ഭക്ഷണം കഴിക്കുന്ന ആളുകൾ അവരുടെ വായിൽ ഭക്ഷണമുണ്ടെങ്കിൽ അവരോട് സലാം ചെല്ലൽ സുന്നത്തില്ല. ബാത്റൂമിൽ ഉള്ള ആളോടും സലാം ചെല്ലൽ സുന്നത്തില്ല. അപ്പൊ സുന്നത്ത് എവിടെയാണോ ഉള്ളത് അവിടെ മടക്കൽ നിർബന്ധവുമാണ്. എങ്ങനെയാണ് സലാമിന്റെ രീതി എന്ന് ചോദിച്ചാൽ,
കൂടുതൽ കൂടുതൽ വൈദാ ഹുയ്യിത്തും ബി തഹിയ്യത്തിൻ ഫഹയ്യിനൂ ബി അഹ്സന മിൻഹാ, നിങ്ങളോട് ഒരാൾ സലാം ചൊല്ലി അഭിവാദ്യം അർപ്പിച്ചാൽ അതിനേക്കാൾ മെച്ചമായ രൂപത്തിൽ നിങ്ങൾ അങ്ങോട്ടും സലാം അർപ്പിക്കണം. ഉദാഹരണത്തിന് അസ്സലാമു അലൈക്കും എന്ന് ഒരാൾ പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അല്ലെങ്കിൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള എന്ന് കുറച്ച് കൂട്ടി പറയുക. എങ്ങനെയാണോ നമ്മുടെ വാക്കുകൾ കൂട്ടുന്നതനുസരിച്ച് പ്രതിഫലം കൂടും. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ നിന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, അപ്പോൾ ഉടനെ തന്നെ സലാം മടക്കിയിട്ട് പറഞ്ഞു അഷ്റ 10 എന്ന് പറഞ്ഞു. മറ്റൊരാൾ വന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, സലാം അടക്കിയതിനു ശേഷം പറഞ്ഞു ഇഷ്റൂൻ 20, റഹ്മത്തുള്ള കൂടി 20 പ്രതിഫലം. മൂന്നാമതൊരാൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുമ്പോൾ സലാം അടക്കിയതിനു ശേഷം പറഞ്ഞു സലാത്തു, ഇയാൾക്ക് 30 കൂലിയാണ്. അപ്പൊ ആ പ്രാർത്ഥനാ വാക്കുകൾ കൂട്ടുന്നതനുസരിച്ച് പ്രതിഫലവും കൂടിക്കൊണ്ടേയിരിക്കും. ഇവിടെ സലാം ചൊല്ലുക എന്നുള്ളത് നമ്മുടെ ഇടയിൽ സ്നേഹം വർദ്ധിപ്പിക്കാൻ നിമിത്തമാണ്. നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വസിക്കുന്നവരെ, വലാ തുഅ്മിനു, നിങ്ങൾ വിശ്വസിക്കുകയില്ല തഹാബു, പരസ്പരം ഇഷ്ടപ്പെടുന്നവരെ, അഫല അതുല്ലുക്കും, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടാനുള്ള കാരണം നിങ്ങൾ അൻതുക്സിറു സലാമ, സലാമിനെ നിങ്ങൾ വർദ്ധിപ്പിക്കുക. സലാം മുസൽമാന്റെ ഒരു ഐഡന്റിറ്റിയും ഒരു അഭിവാദ്യ രീതിയുമാണ്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നാം കൊണ്ടു നടക്കണം. ആരോട് കണ്ടാലും മുസൽമാനോട് സലാം ചെല്ലുക. വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഭാര്യ, മക്കള്, മാതാപിതാക്കൾ പരസ്പരം സലാം ചെല്ലുക. കൂടാതെ ആരുമല്ലാത്തൊരു വിജനമായ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അള്ളാഹുവിന്റെ സലാം നമ്മുടെ മേൽ ഉണ്ടാവട്ടെ, സജ്ജനങ്ങളായ എല്ലാ അടിമകളുടെ മേൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇതാണ് സലാമിന്റെ രീതി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അഭിവാദ്യം കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മറ്റൊരു കാര്യം പറയാനുള്ളത്, സലാം മറ്റൊരു പ്രദേശത്ത് ഒരാൾ സഹോദരനേക്ക് കൊടുത്തയക്കാം. ആള് ഇവിടെ ഇല്ല, മറ്റൊരു പ്രദേശത്തുള്ള സഹോദരന് കൊടുത്തയക്കാം. എന്റെ സലാം നീ ആരോട് അസ്സലാമു അലൈക്കും എന്നത് പറയണം എന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുത്ത ആൾക്ക് അവിടെ എത്തിച്ചു കൊടുക്കലും ബാധ്യതയാണ്. എത്തിക്കഴിഞ്ഞാൽ അയാൾ സലാം മടക്കൽ നിർബന്ധമാണ്. ഈ കൊണ്ടുപോയി കൊടുത്ത ആൾക്ക് സലാം അയാൾക്കും പറയൽ, മറുപടിയിൽ കൂട്ടിച്ചേർക്കൽ സുന്നത്താണ്. ഉദാഹരണം വഅലൈക വഅലൈഹിം സലാം, നിനക്കും കൊടുത്തയച്ച അയാൾക്കും സലാം ഉണ്ടാവട്ടെ എന്ന് പറയുന്ന രീതിയാണ് അതിന്റെ അവസ്ഥ. എഴുത്തിലൂടെ ഒരാൾ കൊടുത്തയച്ചു കഴിഞ്ഞാൽ അത് കത്ത് കിട്ടി ഉടനെ തന്നെ സലാം വായി കൊണ്ട് മടക്കുകയോ അല്ലെങ്കിൽ എഴുത്തിലൂടെ വഅലൈക്കും സലാം എന്ന് പറയുകയോ ചെയ്യണം. ഇന്ന് നാം കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പിലുള്ള സലാം മടക്കൽ നിർബന്ധമുണ്ടോന്ന്? അത് നിർബന്ധം ഉണ്ടാകില്ല. കാരണം സലാമിന്റെ ഷർത്ത് സലാം ചൊല്ലുന്ന ആള് ചൊല്ലപ്പെട്ട ആളെ കേൾപ്പിക്കണം, മടക്കുന്ന ആൾ അയാളുടെ ശബ്ദം ചൊല്ലിയാളെയും കേൾപ്പിക്കണം. ഉടനെ ആയിരിക്കണം, കുറെ കഴിഞ്ഞതിന് ശേഷമല്ല. അതായത് വാട്സപ്പിൽ നാം സലാം ചെല്ലുമ്പോൾ ശ്രോതാവ് അപ്പോൾ കേൾക്കുന്നില്ല, അയാൾ ഡൗൺലോഡ് ചെയ്ത് കിട്ടിയതിന് ശേഷമേ കേൾക്കുകയുള്ളൂ. ഇനി മടക്കിയാൽ തന്നെ ആദ്യം സലാം പറഞ്ഞ ആള് ഓൺലൈനിൽ ഉണ്ടാവണം എന്നില്ല, ആ സമയത്ത് അയാൾ അത് കൂട്ടിപ്പോയിട്ടുണ്ടാവും. അപ്പം വാട്സപ്പിലെ ഗ്രൂപ്പിലെ സലാമിന് മടക്കൽ നിർബന്ധമില്ല എന്ന ഈ നിയമത്തിൽ നിന്ന് വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.